ശ്രീ കൃഷ്ണദാസ്, ഇവിടെ ഇന്ന് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ്. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അതിതീവ്ര ദുരന്തം എന്ന് 153-ാം ദിവസം പ്രഖ്യാപിച്ചത് അത് കുറച്ച് മുൻപ് ആയിരുന്നു എങ്കിൽ കേരളത്തിന് കുറച്ചുകൂടി അത് സഹായകമാകുമായിരുന്നു. അത് നിങ്ങൾ താമസിപ്പിച്ചത് കൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങളിൽ ഫണ്ട് സമാഹരിക്കാനുള്ള സാധ്യതകൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിന് എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം. കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല, പ്രതീക്ഷിച്ച സഹായം ലഭിച്ചില്ല. അതിതീവ്ര ദുരന്തം എന്ന ഈ പ്രഖ്യാപനം വൈകിപ്പിച്ചതുകൊണ്ട് തന്നെ കേരളത്തിന് മറ്റേതെങ്കിലും തരത്തിലൊക്കെ ലഭിക്കാമായിരുന്ന സഹായങ്ങളുടെ സാധ്യത കൂടി അടച്ചു കേന്ദ്ര സർക്കാർ എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നു. രേണുക, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തന്നെ സർക്കാർ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾക്കും എത്രത്തോളം യോജിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ കേസിലെ അഫിഡവിറ്റിൽ പറയുന്നത് നാളിതുവരെ 77 കോടി രൂപയാണ് ആകെ ചെലവാക്കിയിട്ടുള്ളത് എന്നതാണ്. സർക്കാരിന്റെ കയ്യിൽ SDRF ഫണ്ടിൽ 700 കോടി രൂപ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ 700 കോടി രൂപ ഇരിക്കുന്നതിൽ ഏതാണ്ട് 600-ലധികം കോടി രൂപ സർക്കാരിന് 2022-2023 കാലഘട്ടത്തിലെ നേരത്തെ ഉണ്ടായ പ്രളയ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ റോഡുകൾ തകർന്നതിന്റെയൊക്കെ പണങ്ങൾ കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പോലും സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന തുക 68 കോടി രൂപയാണ് എന്ന് പറയുന്നു. ഇത് സർക്കാർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അതേ അഫിഡവിറ്റിൽ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള തുക 682 കോടി രൂപയാണ്. അതിൽ നിന്ന് ആകെ ചെലവാക്കിയിട്ടുള്ളത് 7.65 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 675 കോടി രൂപ. ഈ അഫിഡവിറ്റ് കൊടുക്കുന്ന 2 ആഴ്ച മുൻപാണ് കേട്ടോ, ഏകദേശം ഡിസംബർ മാസം പകുതിയോട് കൂടിയിട്ടാണ്. ഏതാണ്ട് 675 കോടി രൂപ ആ ഇനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ട്. ഇനി അതിന്റെ കണക്കുകളൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്ലാൻ പദ്ധതി സർക്കാർ എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏകദേശം 750 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഏത് കാര്യത്തിൽ വൈകിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഈ സർക്കാർ പ്രത്യേകിച്ച് മന്ത്രിതല സമിതിയും അതുപോലെ തന്നെ ഇതിന്റെ ദുരന്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDRF സംഘവും ഒക്കെ പരിശോധനകൾ നടത്തി നവംബർ മാസം പകുതിയോടുകൂടി അതിന്റെ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുശേഷം അത് പരിശോധിച്ചല്ലേ അതിന്റെ നടപടികൾ സ്വീകരിക്കുക. ഇനി തിരിച്ചൊരു കാര്യം ആലോചിക്കുക. ഈ സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി വെച്ച് ബഹുമാനപ്പെട്ട രേണുക സൂചിപ്പിച്ചത് സ്ഥലം എടുക്കാൻ തയ്യാറല്ലാത്ത, ഇനി അതല്ലെങ്കിൽ ഈ പദ്ധതി അതിന്റെ ഭാഗമായി അവിടെ ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുടുംബം നഷ്ടപ്പെട്ടിട്ടുള്ള ആളെ സംബന്ധിച്ച് 15 ലക്ഷം രൂപ കൊടുക്കും എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലിരിക്കുന്ന പണവും. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചെലവാക്കേണ്ട പണവും നമുക്കൊന്ന് ആകെ തുകയായി പരിശോധിച്ചാൽ സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റ് പ്രകാരം അതിൽ 70ഓളം ആളുകൾ പുറത്തു നിൽക്കെ തന്നെ ഏതാണ്ട് 340ഓളം പേരുടെ ലിസ്റ്റാണുള്ളത്. ആ ലിസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. 2 മാസം ഈ എത്രയും പെട്ടെന്ന് ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹിക സഹായം ലഭിക്കാൻ സാധിക്കുമായിരുന്നു. കേന്ദ്രം ഇത് വൈകിപ്പിച്ചതുകൊണ്ട് മാത്രം അത് ലഭിക്കുന്ന സാഹചര്യം പോയി. മറ്റ് ദുരന്തങ്ങൾ ഉണ്ടായി രാജ്യത്ത്. അപ്പോൾ ഇനി വയനാടിനെ ആര് കാണും, ആര് സഹായിക്കും എന്നൊരു ചോദ്യമാണ്. അതിൽ താങ്കൾ മറുപടി പറഞ്ഞില്ല. മാത്രവുമല്ല, പ്രധാനമന്ത്രി വന്നു പോയിട്ടും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ എന്തിന് 153 ദിവസം എടുത്തു എന്നൊരു ചോദ്യം ബാക്കിയുണ്ടല്ലോ. മറ്റ് അടിയന്തര സഹായം ലഭിച്ചില്ല എന്ന ആരോപണത്തിന് പുറമെയാണ് ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടാക്കി കേരളത്തിന് കിട്ടേണ്ടത് കൂടി ഇല്ലാതാക്കി എന്നുള്ള പരാതി. ബഹുമാനപ്പെട്ട രേണുക, നമ്മളിത് പറയുമ്പോൾ രാഷ്ട്രീയമാകാം. നമുക്ക് ഒരു പത്രസമ്മേളനത്തിൽ രാഷ്ട്രീയപരമായി എന്തും പ്രഖ്യാപിക്കാം, പറയാം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. അതിലാരും തടസ്സം കാണുന്നില്ല. പക്ഷേ വാസ്തവം വേണ്ടേ? ഈ ദുരന്തമുണ്ടായതിന്റെ പിറ്റേ ദിവസം ഈ സർക്കാരിന് കൈമാറിയിട്ടുള്ളത് 145 കോടി രൂപയാണ്. ഇനി അതിന്റെ രണ്ടാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും കൊടുത്തിട്ടുള്ളത് 145 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ 221 കോടി രൂപ
ഈ സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. അതൊക്കെ നമ്മൾ അതിന്റെ എത്രത്തോളം ചർച്ച ചെയ്ത് മാനദണ്ഡങ്ങൾ പ്രകാരം ഈ പണം പിൻവലിക്കേണ്ടതിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ആ പണം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യവും കൂടി ഉണ്ടായിട്ടില്ലേ കൃഷ്ണദാസ്? അത് നിങ്ങൾ കാണാതെ പോകരുതല്ലോ. പണം എവിടെയെങ്കിലും SDRF ഫണ്ടിൽ തുകയുണ്ട് എന്ന് പറഞ്ഞ് അത് ദുരന്ത ബാധിതരുടെ കൈകളിലേക്ക് എത്തില്ലല്ലോ. അതെടുത്ത് വിനിയോഗിക്കാൻ കഴിയണ്ടേ സർക്കാരിന്? ഈ സർക്കാർ ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി ഈ പ്ലാൻ അനുവദിക്കുന്നതിന് മുൻപ് എന്റെ അറിവിൽ ഏകദേശം ഒരു 12-ലധികം തവണ മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ട്. അതായത് പ്രത്യേകമായ ഏതെങ്കിലും സാഹചര്യങ്ങളിലല്ല, പൊതുവായി നടക്കുന്ന മന്ത്രിസഭാ യോഗങ്ങൾ. അതിലെപ്പോഴെങ്കിലും ഇതിന്റെ കണക്കുകൾ എടുക്കുകയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതി അവതരിപ്പിക്കുകയോ ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇന്നാണ് ഇതിന്റെ ഒരു പ്ലാൻ പദ്ധതി ഞങ്ങൾ ഇതാ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നത്. ഇനി അതൊക്കെ നിൽക്കട്ടെ, അതിൽ കാലതാമസം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അവർ പറയുന്ന കാലതാമസം ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി PDNA റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി എടുക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി അതിൽ വൈകിപ്പിച്ചതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നതിലാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇത് ആരോടാ പറയുന്നത്? ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ആളുകളോടാണ്. ഞാൻ ആ കണക്ക് പറയാൻ പോയപ്പോഴാണ് രേണുക വിഷയത്തിലേക്ക് മാറിയത്. ഇനി 15 ലക്ഷം രൂപ വെച്ച് ഒരു കുടുംബത്തിന് കൊടുത്താൽ ഇനി 500 കുടുംബങ്ങൾ അവിടെ ആ തരത്തിൽ കിട്ടാൻ നിലവിലെ സർക്കാർ റിപ്പോർട്ടിന്റെ കൂടെ ഇനി കിട്ടാനുള്ളവരുടെ കൂടി കണക്ക് കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. 500 കുടുംബങ്ങളുണ്ടെന്ന് കണക്കാക്കുക. ഈ സർക്കാരിന് ആ ഇനത്തിൽ ആകെയുള്ള എക്സ്പെൻസ് എത്രയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ കൊടുക്കേണ്ട തുക എത്രയാണ്? 75 കോടി രൂപയാണ്. അപ്പൊ 75 കോടി രൂപ ഈ സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണോ ഈ പദ്ധതി നടപ്പാക്കാൻ? 675 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ, SDRF-ൽ ഫണ്ടിൽ ഇരിക്കുന്നത് 668 കോടി രൂപയാണ്. ശ്രീ കൃഷ്ണദാസ് 15 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞത് ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്തവർക്ക് 15 ലക്ഷം എന്നതാണ് സർക്കാർ പറഞ്ഞത്. ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്തവർക്ക് 15 ലക്ഷം. അതല്ലല്ലോ സർക്കാർ വിഭാവനം ചെയ്യുന്ന പുനരധിവാസം, അത് ടൗൺഷിപ്പാണ്. അതിന് 750 കോടി രൂപ ചെലവാകും എന്നത് താങ്കൾ ഈ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതാണല്ലോ. പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുന്നത്? ബഹുമാനപ്പെട്ട രേണുക, ഞാൻ അതിനെ തിരിച്ചാണ് കണക്കെടുത്തത്. അതാണ് അങ്ങനെ വീണ്ടും തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകരുത്. ഞാനതാ പറഞ്ഞത്. ഇതിൽ ആരും ഇപ്പോ ബഹുമാനപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രതിനിധി പറഞ്ഞല്ലോ അവർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. ഞാനല്ലല്ലോ പറഞ്ഞത്. അവർക്ക് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ്? അതിൽ ഒരു പകുതി ആളുകളെങ്കിലും ആ ടൗൺഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. ഇനി നാളെ ഈ സർക്കാരിന്റെ ചോദിക്കേണ്ടത് ഞാൻ പറയട്ടെ എന്ന്. എന്തൊരു എന്തിനാ എനിക്ക് നിങ്ങളുടെ ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റ് നിങ്ങൾ എന്ത് കേരളത്തിന് വേണ്ടി തന്നു? അതിന് മറുപടി പറ. എന്തെങ്കിലും തന്നോ? ഈ ചർച്ച നയിക്കുന്ന രേണുകയാണെങ്കിൽ എനിക്ക് രേണുകയുടെ ശരി ശരി സൂചിപ്പിച്ചുവല്ലോ. അത് തന്നെയാണല്ലോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കേന്ദ്രം നൽകി, എന്താണ് വയനാടിനെ പുനരധിവസിപ്പിക്കുന്നതിൽ കേന്ദ്രത്തിന്റെ പങ്ക് എന്നത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ഞാൻ വരാം, അദ്ദേഹം പറയട്ടെ. എനിക്ക് ബഹുമാനപ്പെട്ട രേണുകയാണ് ഇതിന്റെ ആങ്കറെങ്കിൽ അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാം. മറ്റുള്ളവരുടെ പ്രഭാഷണത്തിനുള്ള ഉത്തരം ഞാൻ എന്റെ ടേണിൽ ഞാൻ പറഞ്ഞു പൊക്കോളാം. അവരുടെ വീണ്ടും ഒരു ചോദ്യമോ ഉപചോദ്യമോ പ്രഭാഷണമോ ഇപ്പൊ തൽക്കാലം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. SDRF ഫണ്ടിലേക്കുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണമാണ് ഞാൻ അടുത്ത് സൂചിപ്പിച്ചത്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഈ പദ്ധതി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ഞാനല്ല. ഈ പദ്ധതി സ്വീകാര്യമല്ല എന്ന് പറയുന്നത് BJP അല്ല. ഈ പദ്ധതി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് അതിനെ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. അതിന് അവർക്ക് അനുഭവമുണ്ട്. പദ്ധതി ടൗൺഷിപ്പ് വേണ്ട എന്നല്ലല്ലോ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത്. ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ടൗൺഷിപ്പ് വേണ്ട എന്നല്ല പറഞ്ഞത്. അതിൽ 5 സെന്റ് എന്ന് നിജപ്പെടുത്തിയതിൽ